പുതുതായി വിവാഹം കഴിച്ച രണ്ടുപേരെ കുറിച്ച് ചിന്തിച്ചു നോക്കി. അവർ രാവിലെ ഉണർന്നാൽ ഉടനെ മറ്റേ ആളെ കുറിച്ച് ചിന്തിക്കും. മറ്റാരും ആ വീട്ടിലില്ല. ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് ഇതുപോലെ ആകണം. ദൈവവചനം പറയുന്നു നാം അവൻ്റെ കാന്തയാണെന്ന്. കാന്തയും ഭാര്യയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു ദിവസം നാം അവനെ വിവാഹം കഴിക്കും. അത് സംഭവിക്കുന്ന വെളിപാട് പുസ്തകം 21 ആ ദിവസം ഇതുവരെ വന്നിട്ടില്ല. നാം ഇന്നവൻ്റെ ഭാര്യയല്ല, നാം അവൻ്റെ കാന്തയാണ്. അതുകൊണ്ട് അവനെപ്പറ്റി ഞാൻ അധികം ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഭ്രാന്തമായിട്ട് തൻ്റെ കാന്തനെ സ്നേഹിക്കുന്ന ഒരു കാന്തയെപ്പോലെ ആ വിവാഹ നാളിനായിട്ട് കാത്തുകൊണ്ട്, ഭ്രാന്തമായിട്ട് തൻ്റെ കാന്തനെ അനേക നാളുകളായിട്ട് കാത്തിരിക്കുകയാണ്. അവനെ വിവാഹം കഴിക്കുന്ന ആ നാളിനായിട്ട് കാത്തുകൊണ്ട് എന്തായിരിക്കും ഉണർന്നാൽ ഉടനെ അവൾ ചിന്തിക്കുന്നത്? തൻ്റെ കാന്തനെ പറ്റി. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ രഹസ്യം അത് പാട്ടുകൾ പാടുന്നതല്ല, എല്ലാ മീറ്റിങ്ങിലും കൃത്യമായിട്ട് വരുന്നതുമല്ല. നിങ്ങളിൽ ആരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്നെന്ന് പറയുന്നിടത്തോളം അന്യോന്യം പ്രബോധിപ്പിച്ചുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്. പാപം ചതിക്കുന്ന ഒരു കാര്യമാണ്. എന്ത് കാര്യത്തിലാണ് നാം അന്യോന്യം ദിനം തോറും പ്രബോധിപ്പിക്കേണ്ടത്? ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിങ്ങൾ കൂടുതൽ കൂടുതൽ അറിയുന്നവരായിരിക്കണം. നിങ്ങളുടെ ഭവനത്തിൽ കൂടുതൽ കൂടുതലായിട്ട് അത് നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ സംസാരിക്കുന്ന ആ വിധത്തെ തന്നെ അത് വ്യത്യാസപ്പെടുത്തും. അല്ലെങ്കിൽ നിൻ്റെ ഭർത്താവിനോട് സംസാരിക്കുന്നത് ശരിക്കും കർത്താവ് നിങ്ങളുടെ ഭവനത്തിലുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് സംഭവിക്കും. നിങ്ങളുടെ ആ മുറിയിൽ തന്നെ എൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ ഇത് എന്നെ സഹായിച്ചു. എൻ്റെ നാവിനെ നിയന്ത്രിക്കുന്ന ഒരു കാര്യത്തിൽ മാത്രമല്ല, നിരാശപ്പെടുന്ന എൻ്റെ ഈ ജഡത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു. അധൈര്യത്തിൽ നിന്ന് ഗുരുതരമല്ലാത്ത കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നിരാശപ്പെടാതിരിക്കാൻ. ഗൗരവമില്ലാത്ത 101 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതൊന്നും പാപകരമല്ല. അത് നമ്മളെ നിരാശപ്പെടുത്താം, നമ്മുടെ ഉത്സാഹത്തെ ചോർത്തിക്കളയാം. നമ്മുടെ ഒരു ദിവസം പൂർണ്ണമായിട്ടും ഇത് കാരണം നമുക്ക് നഷ്ടപ്പെടും. യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നമുക്ക് അവൻ്റെ അടുക്കലേക്ക് ചെല്ലാം, ആ കൃപാസനത്തിലേക്ക്. ഞാൻ വിശ്വസിക്കുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് പാപത്തെ ജയിക്കുന്ന നമ്മുടെ ഈ പോരാട്ടത്തിൽ ഞാൻ ഈ ദൈവവചനം അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എൻ്റെ ഉത്തരം ദൈവവചനത്തിലാണ്. എന്താണ് പാപത്തിൻ്റെ വ്യക്തമായ നിർവചനം? എനിക്ക് പല നിർവചനങ്ങളും അറിയാം. ദൈവവചനത്തിൽ അത് പലതരത്തിൽ നിർവചിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് റോമാലേഖനം 14 അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അതിൻ്റെ 23 വാക്യം, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാണ്. അതൊരു ഉയർന്ന നിലവാരമാണ്. വിശ്വാസമെന്ന് പറയുന്ന ദൈവത്തിലുള്ള ആശ്രയമാണ്. അത് ഇപ്രകാരമാണ്: ദൈവത്തിൽ ആശ്രയമില്ലാതെ ഞാൻ എൻ്റെ ജീവിതം ജീവിക്കുകയാണെങ്കിൽ ഞാൻ ജീവിക്കുന്നത് പാപത്തിലാണ്. ഒരു പക്ഷേ എനിക്കതേക്കുറിച്ച് ബോധ്യമില്ലായിരിക്കും. നിങ്ങൾക്കറിയാം, വൃത്തിഹീനമായ ചേരി പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ, അവരുടെ ദുർഗന്ധത്തെക്കുറിച്ച് അവർക്ക് ബോധമില്ല. കുറച്ചുകൂടെ വൃത്തിയുള്ള ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്ക് അവരുടെ അടുക്ക വരുമ്പം തന്നെ ആ ദുർഗന്ധം അവർക്ക് അനുഭവിക്കാൻ കഴിയും. എന്നാൽ അവൻ ആ ദുർഗന്ധത്തെക്കുറിച്ച് ഒരു ബോധവുമില്ല. കാരണം അവൻ്റെ ചുറ്റുമുള്ള എല്ലാവരും അങ്ങനെയാണ്. ഞാൻ ചിന്തിക്കുന്നു ഇതുപോലെ തന്നെയാണ് നമ്മളും. വിശ്വാസമില്ലാതിരിക്കുന്നത് പാപമാണെന്നറിയാതെ ഇരിക്കും, നമ്മുടെ ദുർഗന്ധത്തെക്കുറിച്ച് ബോധമില്ലാതെ. കാരണം നമുക്ക് ചുറ്റുമുള്ളവർ, അവരാരും ഈ നിരന്തര ദൈവാശ്രയത്തിലല്ല ജീവിക്കുന്നത്. അവരെ സംബന്ധിച്ച് പാപം, കൊലപാതകം ചെയ്യുന്നതോ വ്യഭിചാരം ചെയ്യുന്നതോ അത് പഴയ നിയമമാണ്. 10 കൽപ്പന അനുസരിച്ചാണ് മിക്ക ക്രിസ്ത്യാനികളും ജീവിക്കുന്നത്. 10 കൽപ്പനയ്ക്ക് കീഴിലാണ് അവർ ജീവിക്കുന്നത്. അവർ ജീവിക്കുന്നത് പാപം എന്താണെന്ന് യേശു പറഞ്ഞ നിലവാരത്തിലല്ല. അതുകൊണ്ട് പാപത്തെപ്പറ്റി പുതിയ നിയമം എന്ത് പറയുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ കണ്ടു അവിശ്വാസം പാപമാണ്. അതുപോലെ 1 യോഹന്നാൻ
1 യോഹന്നാൻ 2-ാം അധ്യായം 1 യോഹന്നാൻ 3-ന്റെ 4-ാമത്തെ വാക്യം. ന്യായപ്രമാണത്തിനെതിരായിട്ട് ചെയ്യുന്നതാണ് പാപം. പാപം അധർമ്മം തന്നെ. ഇവിടെ ഒരു ന്യായപ്രമാണം തന്നിട്ടുണ്ട്. അതനുസരിക്കാതിരിക്കുമ്പോൾ ഞാൻ പാപം ചെയ്യുകയാണ്. അത് പാപമാണെന്ന് എനിക്കറിയാമായിരുന്നിട്ടും ഞാനത് ചെയ്യുന്നതാണ്. ഞാൻ പാപത്തിൻ്റെ നിർവചനത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞത് നാം പാപമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവമായിട്ട് ചെയ്യുന്ന പാപത്തെ പറ്റിയാണ്. ഇത് തെറ്റാണെന്ന് എനിക്കറിയാം. ഇത് തെറ്റാണെന്ന് എൻ്റെ ഹൃദയത്തിലുള്ള ന്യായപ്രമാണം എന്നോട് പറയുകയാണ്. എന്നിട്ടും ഞാനത് ചെയ്തു. അത് പാപമാണ്. എന്നാൽ മറ്റൊരു തരത്തിലുള്ള പാപത്തെക്കുറിച്ച് യാക്കോബ് 4 പറയുന്നുണ്ട്. 17-ാമത്തെ വാക്യത്തിൽ ക്ഷമിക്കണം, ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപത്തെക്കുറിച്ചാണ് പറയുന്നത്. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവനത് പാപം തന്നെ. ക്ഷമിക്കണം, ഇത് അതേ കാര്യം തന്നെയാണ്. എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നറിയാം, എന്നിട്ട് ഞാനത് ചെയ്തില്ല. അത് പാപമാണ്. ഇങ്ങനെ ഒരാളോട് സംസാരിക്കുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം, എന്നിട്ടും ഞാൻ അങ്ങനെ തന്നെ സംസാരിച്ചു. ഭർത്താവിനോ ഭാര്യയോടോ ആരോടെങ്കിലും അങ്ങനെ സംസാരിച്ചപ്പോൾ അത് പാപമാണ്. ശരിയായ കാര്യം എന്താണെന്ന് അവനറിയാം. അവനറിയത്തില്ലെന്നല്ല, എന്താണ് ശരിയായി ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്നിട്ടും അത് ചെയ്യാതിരിക്കുമ്പോൾ ഞാൻ പാപം ചെയ്യുന്നു. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉയർന്ന മറ്റൊരു നിർവചനമുണ്ട്. നമുക്കറിയാവുന്ന പാപങ്ങളുണ്ട്, പാപമാണെന്ന് നമുക്ക് അറിയാത്ത പാപങ്ങളുമുണ്ട്. എന്നാൽ പാപത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിർവചനം അത് ഞാൻ മനസ്സിലാക്കിയിട്ട് റോമാലേഖനത്തിലാണ്. ഞാനിത് അന്വേഷിച്ച് പോകാനുള്ള കാരണം പാപം ചെയ്യാതിരിക്കേണ്ടത് ഞാൻ എന്ത് ചെയ്യരുതെന്ന് എനിക്ക് മനസ്സിലാവും. പാപം ചെയ്യരുത് എന്ന കാര്യത്തിൽ ഞാൻ ഗൗരവമുള്ളവനാണെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങളൊരു രാജ്യത്ത് പോയി അവിടുത്തെ ഒരു നിയമവും തെറ്റിക്കരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഉദാഹരണത്തിന് ഇന്ത്യയിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന ഇടത് വശത്തൂടാണ്, എന്നാൽ ഇവിടെ നിങ്ങൾ വലതുവശത്തൂടെയാണ് വണ്ടി ഓടിക്കുന്നത്. നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ നിയമം തെറ്റിക്കുന്നവരാകും. അതുകൊണ്ട് ഇവിടുത്തെ നിയമം എന്താണെന്ന് നിങ്ങൾ അറിയണം. എന്താണ് പാപം? ഇവിടെ റോമാലേഖനം 3:23 വായിക്കുന്നത്, എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഞാൻ മനസ്സിലാക്കുന്നു ഇതാണ് പാപത്തിൻ്റെ ഏറ്റവും നല്ല നിർവചനമെന്ന്. ഈ പുതിയ നിയമത്തിൽ വേദപുസ്തകം മുഴുവനും അത് ദൈവ തേജസ്സിൽ കുറവുള്ളതായി തീരുന്നതാണ്. അതാണ് പാപം. അറിയാതെ ചെയ്തതോ അറിഞ്ഞു ചെയ്തതോ അതെല്ലാം ഈ നിർവചനത്തിൽ വരുന്നുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കാൻ ആഗ്രഹിച്ചത്, ഇത് മനസ്സിലാക്കാനുള്ള എൻ്റെ യാത്രയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്താണ് ദൈവത്തിൻ്റെ തേജസ്? അനേകം വർഷങ്ങൾ ഞാൻ ചിന്തിച്ചു അതേതോ വലിയൊരു പ്രകാശമാണെന്നാണ്. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ആലയത്തിൽ വരുന്നത്, ദൈവത്തിൻ്റെ മഹത്വം വായിക്കുന്ന എല്ലാ സമയത്തും ഞാൻ മനസ്സിലാക്കിയത് ഇപ്രകാരമായിരുന്നു, അതൊരു തീയുടെ വെളിച്ചം പോലെ. ഞാൻ അതേപ്പറ്റി അന്വേഷിച്ച് അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. അതാണോ അത് അർത്ഥമാക്കുന്നത്? അതൊരു പഴയ നിയമ കാഴ്ചപ്പാടാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, 99% ക്രിസ്ത്യാനികളും പറയുന്ന ഈ ഉത്തരം തന്നെയായിരിക്കും. ഈ പദത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയാനായിട്ട് അവരുടെ ജീവിതത്തിൽ അവരൊരിക്കലും മെനക്കെട്ട് കാണുകയില്ല. സ്കൂളിലായിരുന്നപ്പം കുഞ്ഞുങ്ങളോട് ഞാൻ പറയാറുണ്ടായിരുന്നു, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമ്പം നിങ്ങൾക്കറിയാത്ത ഒരു പദം കണ്ടാൽ നിങ്ങളുടെ ബുക്ക് താഴെ വെച്ച് നിങ്ങളൊരു ഡിക്ഷണറി എടുത്ത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനെപ്പോഴും അങ്ങനെ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തിയത്. ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോഴും ചെയ്യാറുള്ളത്. ഏതെങ്കിലും ഒരു ലേഖനത്തിലെ ഒരു വാക്യത്തെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ആ വാക്യം അറിയില്ലെങ്കിൽ ഞാൻ ആ ലേഖനം മടക്കി വെച്ച് ഞാൻ ദൈവവചനത്തിൽ പോയി അത് നോക്കും. അങ്ങനെയാണ് ഞാൻ വേദപുസ്തകം പഠിച്ചത്. ദൈവവചനം പഠിക്കണമെങ്കിൽ നിങ്ങളും അങ്ങനെ ചെയ്യണം. ഇംഗ്ലീഷ് പഠിക്കണമെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം. നിങ്ങൾക്കറിയാത്ത ഒരു വാക്ക് കണ്ടാൽ ഒരു ഡിക്ഷണറി എടുക്കുക. ഇന്ന് അതിനൊട്ടും പ്രയാസമില്ല. നിങ്ങൾ ഗൂഗിളിൽ പോയി അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കിയാൽ മതി. ദൈവം ഇത് കാണുമ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾക്ക് വലിയ പരിജ്ഞാനമില്ലെങ്കിലും അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എന്നാൽ നിങ്ങൾക്ക് ദൈവവചനം വ്യക്തമായിട്ട് അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാവും. ഇംഗ്ലീഷ് മെച്ചപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും വരികയില്ല. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ എന്താണ്. അത് ഞാൻ പഠിച്ചത് പഴയ നിയമത്തിൽ നിന്നല്ല. മറ്റൊരു നിർവചനം ഞാൻ യോഹന്നാൻ 1 കണ്ടു. യോഹന്നാൻ 1-ാം അധ്യായം
ദൈവത്തിൻ്റെ തേജസ്സിനെ ഇവിടെ വിവരിച്ചിരിക്കുന്ന ഒരു വലിയ വെളിച്ചമായിട്ടല്ല, വളരെ വിഭിന്നമായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്ന പോലെ. യോഹന്നാൻ 1:14 വചനത്തെക്കുറിച്ചാണ് പറയുന്നത്. 1-ാം വാക്യത്തിൽ വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു. അത് യേശുവിനെക്കുറിച്ചാണ് പറയുന്നത്. അവനിൽ ഞങ്ങൾ പിതാവിൻ്റെ തേജസ് കണ്ടു. ദൈവത്തിൻ്റെ ആ തേജസ് ഞങ്ങൾ യേശു ക്രിസ്തുവിൽ കണ്ടു. അത് സന്തുലിതമായിരുന്നു, കൃപയും സത്യവും നിറഞ്ഞത്. യേശുവിൻ്റെ ജീവിതം സന്തുലിതമായിരുന്നു, കൃപയും അതുപോലെ കാർക്കശ്യവും. ഒന്നു മാത്രമല്ല, രണ്ടും ഉണ്ടായിരുന്നു. കാർക്കശ്യം മാത്രമല്ല, കൃപ മാത്രവുമല്ല. അവന് ഈ കൃപ മാത്രമല്ല, സത്യവും ഉണ്ടായിരുന്നു. അതാണ് ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ. ഇവിടെ ഞാൻ കണ്ടു ദൈവത്തിൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഈ ലോകത്തിലെ ജീവിതമാണ്. അവൻ അങ്ങനെ ജീവിച്ചു. അങ്ങനെ പാപത്തിൻ്റെ നിർവചനം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായിരുന്നു. അതിൻ്റെ അർത്ഥം ഇതാണ്: എല്ലാവരും പാപം ചെയ്തു, അവർ യേശുവിനെ പോലല്ല ജീവിക്കുന്നത്. അതാണ് പാപത്തിൻ്റെ നിർവചനം. ആ നിലവാരത്തിൽ കുറവുള്ളവരായി. ആ നിലവാരം എനിക്ക് മനസ്സിലായപ്പം ഞാൻ പറഞ്ഞു, ശരി, ആ നിലവാരത്തിലേക്ക് ഞാൻ എത്തണം. അത് സാധ്യമാണോ? നമ്മളത് എബ്രായ ലേഖനം 4 വായിച്ചു. നാം ആ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലണം. അവിടുന്ന് നാം പരീക്ഷിക്കപ്പെടുമ്പം സഹായത്തിനുള്ള കൃപ നമുക്ക് പ്രാപിക്കാൻ കഴിയും. എനിക്ക് മനസ്സിലായി ഞാൻ പരാജയപ്പെടാനുള്ള കാരണം അത് ഞാൻ പരീക്ഷിക്കപ്പെടുമ്പം ആ തക്ക സമയത്ത് ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് കൃപ ചോദിക്കുന്നില്ല. എനിക്ക് തന്നെ കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുന്നു.